പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 തിരുവചനം പറയുന്നു, തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. അപ്പം തിന്മകൾ വളരുവാനുള്ള അനുകൂലമായ സാഹചര്യമാണ് ഇരുട്ട്. തിന്മ പ്രവർത്തിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ഇരുട്ടാണ്. അവൻ പ്രകാശത്തെ ഇഷ്ടപ്പെടുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്ന്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും തിന്മകളെ ഓടിച്ചു കളയുവാനുള്ള എളുപ്പവഴി വെളിച്ചം കടന്നു വരുവാൻ അനുവദിക്കുകയാണ്. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ തിന്മകൾ നമ്മിൽ നിന്ന് വിട്ടുപോകും. എഫേസസ് 5:14 തിരുവചനം പറയുന്നു, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന്. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ നാം ക്രിസ്തുവിന് അഭിമുഖമായി നിൽക്കണം. നീതിസൂര്യനായ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു നിന്നാൽ അവിടുത്തെ പ്രകാശം നമ്മെയും പ്രശോഭിതമാക്കും. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും യേശുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ പ്രകാശമുള്ളവനായി മാറി, വിശുദ്ധ പത്രോസായി മാറി. എന്നാൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് യേശുവിലേക്കല്ല നോക്കിയത്. അവൻ വ്യക്തികളിലേക്കും സാഹചര്യങ്ങളിലേക്കും ഇരുട്ടിലേക്കും നോക്കി. അവൻ്റെ ശരീരവും മനസ്സും അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. അവൻ്റെ ആത്മാവും ശരീരവും നഷ്ടമായി മാറി. ക്രിസ്തുവിനെ നോക്കിയ മഗ്ദലേന മറിയം ശോഭിതയായി മാറി. സത്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വന്ന നല്ല കള്ളനും അവന് പർദീസ ലഭിച്ചു. അവരിലെ ഇരുട്ടെല്ലാം അകന്നുപോയി. യേശുവിൻ്റെ പ്രകാശത്താൽ നമ്മുടെ പാപബന്ധനങ്ങൾ അല്ലെങ്കിൽ പാപ അന്ധകാരങ്ങൾ നീക്കിക്കളയാൻ നാം നിരന്തരം പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.